ബേസിക്കലായി സംഘപരിവാറിന്റെയും RSSന്റെയും DNA എന്ന് പറയുന്നത് അത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ളതാണ്, ശക്തമായിട്ടുള്ളതാണ്. അവർ എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പൊ ഛത്തീസ്ഗഡിലെ സംഭവം മാത്രമല്ലല്ലോ, ഒഡീസയിൽ നടന്നത് എന്താണ്? 90 വയസ്സുള്ള അച്ഛനെയല്ലേ ഭീകരമായി ആക്രമിച്ചത് കഴിഞ്ഞ 2 മാസം മുമ്പ്. ഇപ്പോഴും അച്ഛൻ സുഖം പ്രാപിച്ചിട്ടില്ലല്ലോ. മധ്യപ്രദേശിൽ നടക്കുന്നത് എന്താണ്? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും ഇത് നടത്തുകയാണ്. മാത്രമല്ല ഇത് എത്ര ഗുരുതരമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാർലമെന്റിൽ ചർച്ചയിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഛത്തീസ്ഗഡിൽ നിന്നുള്ള MPമാർ BJP MPമാരുടെ പ്രസംഗം എന്തായിരുന്നു? ഞങ്ങളിത് വിടുന്ന പ്രശ്നമില്ല. അത്രയും ഞാൻ പറയാം, അത് എനിക്ക് തന്നെ പറയാൻ മടിയാണ് അവർ പറഞ്ഞ പ്രകോപനപരമായ ഭാഷ. അത്രയും പ്രകോപനപരമായ ഭാഷയിൽ BJP MPമാർ സംസാരിക്കുന്നത് അവരുടെ പാർട്ടിയുടെ അനുമതി ഇല്ലാതെയാണോ? BJP മുഖ്യമന്ത്രി അത് ബജരംഗദളിന്റെ അതേ ഭാഷയിൽ സംസാരിക്കുന്നത് പാർട്ടിയുടെ അനുമതി ഇല്ലാതെയാണോ? അവർ തീർച്ചയായിട്ടും പാർട്ടിയുടെ അനുവാദത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഇത് കേരളത്തിൽ വന്നിത് പറയുന്നത് കേരളത്തിൽ ഇലക്ഷൻ ഉണ്ടാകുമ്പം കേരളത്തിൽ മൈനോറിറ്റി വോട്ട് വളരെ വ്യാപകമായ വോട്ടാണ്, അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തെ പിടിക്കണം, അതിനുവേണ്ടി നടത്തുന്നവരും തട്ടിപ്പ് മാത്രമല്ലേ.